ഇന്നൊരു രസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് രസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ചെറിയ ജീരകം, പിന്നെ 1 നുള്ള് ഉലുവ കൂടിപ്പോകരുത്, 1 നുള്ള് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ വേണ്ടത് 2 വറ്റൽമുളകാണ്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല മിനുസത്ത് പൊടിച്ചെടുക്കരുത്, തരിതരിപ്പായിട്ട് വേണം ഇതുപോലെ പൊടിച്ചെടുക്കാൻ. ഇനി ഇതേ ജാറിലേക്ക് ഒരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, ഒരു 6 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, 2 പച്ചമുളക്. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ നല്ലോണം അരഞ്ഞു പോകാൻ പാടില്ല. അത് ഈ ഒരു പാകത്തിന് വേണം ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി കുതിർത്ത് വെക്കണം. എന്നിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടികളൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയിൽ ഫസ്റ്റ് തന്നെ വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് ഞാൻ വിട്ടുപോയത്, അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1 നുള്ള് മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി. ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി വേണ്ടത് തക്കാളിയാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക മാത്രമേ വേണ്ടൂ. തക്കാളി നല്ലോണം വെന്ത് ഉടയൊന്നും വേണ്ട. അപ്പോൾ ഇതാ തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കപ്പോളം ഉണ്ട് പുളിവെള്ളം. ഇനി ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 2.25 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1 നുള്ള് കായപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് പോകാൻ പാടില്ല, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നാൽ മാത്രം മതി. അധികം തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ രസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി രസമാണ്. ഈ ഒരു രസം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.